അക്കാദമി ഓഫ് നാച്ചുറൽ സയൻസസ്, ഫ്രാങ്ക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി, മ്യൂസിയം ഓഫ് ആർട്ട്. ഫ്രണ്ട്സാണ് അനുകരിക്കുന്നത്. അന്നത്തെ സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യം നേടി കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊന്നിച്ച് നിന്നതിൻ്റെ ഫലമാണ് ഇത്ര ഒരു ഗ്രേറ്റ് നാഷൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എല്ലാത്തിൻ്റെ പിന്നിലും, ഇങ്ങനെയുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ്റെ പിന്നിലും കുറേ ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് സാധാരണക്കാരായ ആളുകൾ, അവർ ഗ്രേറ്റ് ആവുകയാണ്. എന്തിന്? അവരുടെ ദൃഢനിശ്ചയം, അവർ എന്തിനെങ്കിലും വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങോട്ട് കയ്യും മെയ്യും മറന്നങ്ങ് ശ്രമിക്കും. അങ്ങനെ ഒരു വലിയ നാഷണൽ കെട്ടിപ്പിടില്ലേ, ഒരു വലിയ ഒരു എന്താ പറയുക, അഭിമാനം, ലോകത്തിൻ്റെ അഭിമാനമായ രാജ്യം ഉണ്ടാക്കിയെടുത്തില്ലേ. അങ്ങനെ കുറേ പൈനീസ് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴേ മറ്റുള്ളവർക്കത് പോടാവുള്ളൂ. അങ്ങനെ പല പല നാഷൻസ് ഉണ്ടാവും. കൂടിയൊക്കെ വലിച്ചിട്ടുള്ളതുണ്ട്. നമ്മൾ ഇതില്ലേ, നമ്മുടെ പിന്നെ എന്താ പറയുക, വാക്യൂം ക്ലീനറില്ലേ, അതുപോലെ ഇവിടുത്തെ പൊടിയൊക്കെ സക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ വീട് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ഒരു സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ടോ. എന്താണ് മാഷി ഇതിനൊക്കെ പറയുക? എനിക്കാ പറയും, ഇതിന് നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വേണം നമുക്ക്. നമ്മുടെ സിറ്റി എപ്പോഴും ക്ലീൻ ആയിരിക്കണമെന്നോ, എല്ലാം ഓക്കെ, പൊടിവെള്ളങ്ങളൊന്നും ഇല്ലാതെ നല്ല ശ്വസിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം നമുക്ക് സിദ്ധിക്കണമെന്നൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ട്. അത് നടപ്പാക്കുന്നുണ്ട്. Hi. Hi.